എയർപോർട്ട് കുറഞ്ഞ 300 രൂപ. എയർപോർട്ടിനൊക്കെ 300 രൂപ വന്നിട്ടുള്ളൂ. ഏകദേശം 50 രൂപ ഉണ്ട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചെറിയ ടോപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 രൂപക്കാണ്. 350 ട്രാവൽ ബാഗ് കണ്ടിട്ടുണ്ടോ? ബാഗിന് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാൽ ഏകദേശം 50 രൂപക്കാണ്. 50 രൂപ 250 രൂപ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ എറണാകുളത്താണ്. എറണാകുളത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു മാർക്കറ്റിലേക്കാണ് ഇന്ന് പോകുന്നത്. അതായത് ഇപ്പോൾ ബ്രോഡ്വേ മാർക്കറ്റ്. ബ്രോഡ്വേയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാട് കിട്ടും, ഡ്രസ്സുകൾ കിട്ടും, അങ്ങനെ പല പല സാധനങ്ങൾ, മൊബൈൽ ആക്സസറീസ്, മറ്റ് സാധനങ്ങളെല്ലാം തന്നെ കിട്ടും. അതെല്ലാം തന്നെ നമുക്ക് വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ. ബ്രോഡ്വേൻ്റെ ഉള്ളിലത്തേക്ക് നമുക്ക് വിശേഷങ്ങളെല്ലാം കാണാം. നമ്മൾ കോഴിക്കോടുള്ള മിഠായി തെരുവുപോലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് എറണാകുളത്തെ ബ്രോഡ്വേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് ഈ ബ്രോഡ്വേ മാർക്കറ്റിനകത്തേക്ക് പോയി വിശേഷങ്ങളെല്ലാം കാണാം. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിനകത്ത് പറഞ്ഞാലും കണ്ടില്ലേ, ഹോൾസെയിൽ ഷോപ്പുകളായാലും റീറ്റെയിൽ ഷോപ്പുകളായാലും ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഫാൻസി വെയർ കിട്ടുന്ന ഷോപ്പാണ്. ഇപ്പോഴത്തെ പറഞ്ഞാൽ ജെൻസിൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് തരത്തിലുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ മാർക്കറ്റിനകത്ത് വന്നിട്ടുണ്ട്. ബ്രോഡ്വേയിലൂടെ ഇങ്ങനെ നടന്നു വന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്, അതേമാതിരി ജീൻസ് പാൻറ്റ് ഷർട്ട് എല്ലാം തന്നെ റോഡ് സൈഡിൽ വയ്ക്കുന്നത് കണ്ട് കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഇതിനൊക്കെ ഏകദേശം ഇപ്പം 100 രൂപയായിട്ട് വരുന്നുള്ളൂ. കുട്ടികളുടെ ഉടുപ്പുണ്ട്, അങ്ങനത്തെ ഷർട്ട് വരുന്നുണ്ട്, കുട്ടികളുടെ ഷർട്ട് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പോളിസ്റ്റർ മിക്സാണല്ലേ? പോളിസ്റ്റർ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഏകദേശം ഇതിനെല്ലാത്തിനും ഇപ്പം 100 രൂപയാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ എല്ലാ അടിപൊളി സാധനങ്ങളാണ്. ഇതിന് കുട്ടികളുടെ ചെറിയ ചെറിയ ഉടുപ്പിനൊക്കെ 50 രൂപയൊക്കെ ഉണ്ടല്ലേ. ചെറിയ ടോപ്പാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 50 രൂപ ഉണ്ട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചെറിയ ടോപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 രൂപക്കാണ്. അല്ല, അവിടെ കാണുന്ന ടോപ്പുകളാണെങ്കിലോ അപ്പോൾ ഈ കാണുന്ന സെറ്റിന് പറഞ്ഞാൽ ഏകദേശം 150 രൂപയായിട്ട് വരുന്നത് കണ്ടോ. ഇതിനെ കണ്ടോ, ഇവിടെ വാരി കൂട്ടിയുള്ള കച്ചവടം കണ്ടത് കണ്ടോ. എല്ലാവർക്കും വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്, കുട്ടികൾക്ക് വെച്ചിട്ടുണ്ട്. ഇതേ ഉണ്ടല്ലോ 100, 150 അങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ്. ഇതിനിപ്പോൾ 150 അല്ലേ? 150 രൂപ മീഡിയം ടോപ്പ് രണ്ടും കൂടിയുള്ള സെറ്റാണ് ഇപ്പോൾ 150 പറഞ്ഞേ. ഉണ്ടോ ഒരുപാട്. നിങ്ങൾ ഇവിടെ എന്ന് ഈ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായാലും. അപ്പോൾ ഇത് കറക്റ്റ് ഒന്ന് പറയാൻ പറ്റും ലൊക്കേഷൻ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തിന്? അന്തോണി ഫാൻസിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നതല്ലേ. ലേഡീസിൻ്റെ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കേൾക്കണമെങ്കിലും ഷർട്ട് കാര്യങ്ങൾ, ജീൻസ് പാൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷർട്ടിനൊക്കെ എത്ര റേറ്റ്? 250 രൂപ കേട്ടോ ഈ ഒരു ഷർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതേമാതിരി ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ? 150 മുതൽ 200 അങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകില്ലേ? ഈ ജീൻസ് പാൻറ്റിനൊക്കെ എത്ര പറഞ്ഞു? 300 രൂപക്കാണല്ലോ ഇപ്പോൾ ജീൻസ് പാൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കണ്ടോ. നല്ല വില കൂടിയ ഐറ്റംസ് ആണ്. കടയിൽ എന്തായാലും നല്ല വില. ഇവിടെ കുറഞ്ഞ റേറ്റ് സാധനം കിട്ടുന്നത്. ഇവിടെ ഷർട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട സൈസ് നോക്കി അതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി കളറിൽ എല്ലാം ഒന്നുണ്ട്. വൈറ്റൊക്കെ കണ്ടില്ലേ ഉണ്ടോ. ഈ ഒരു ഷർട്ടിനൊക്കെ ഏകദേശം 300, 250 രൂപ വരുന്നുള്ളൂ അല്ലേ. കണ്ടോ, ഷർട്ട് ഏതെടുത്താലും ഇവിടെ ഇപ്പോൾ 250 രൂപയൊക്കെ വരുന്നുള്ളൂ കണ്ടോ. അതേമാതിരി ജീൻസ് പാൻറ്റ് ആണെങ്കിൽ 300 കണ്ടോ. ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ കണ്ടോ. ടീഷർട്ട് ആണെങ്കിൽ 150, 200 അങ്ങനെ വരും കേട്ടോ. പല തരത്തിലുള്ള. ഇതിപ്പോൾ ഫുൾ കൈ ആണെങ്കിലും ഹാഫ് കൈ ആണെങ്കിലും ഒരേ റേറ്റ് തന്നെയാണോ? ഫുള്ളിനാണെങ്കിൽ 200 വരും, ഹാഫ് കൈ ആണെങ്കിൽ 150 വന്നാൽ മതില്ലേ. ഈ ഇങ്ങനത്തെ ഷോർട്സിനൊക്കെ ആണെങ്കിലും എത്ര തന്നെ? 250 രൂപ. കുട്ടികളുടെ ഷർട്ട് ആണെങ്കിൽ 150 ഉണ്ട്, 200 ഉണ്ട് അല്ലേ. 120 റുപ്യേൻ്റെ ഷർട്ട് ഉണ്ട് കുട്ടികളുടേക്ക് നോക്കുകയാണെങ്കിൽ. നമ്മളുണ്ടല്ലേ ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടല്ലേ ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ.
കണ്ടോ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഏകദേശം 50 രൂപക്കൊക്കെ തുടങ്ങുന്നുണ്ട്. 50 രൂപ. പിന്നെ കുട്ടികളെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ഏകദേശം 50 രൂപ അങ്ങനെയൊക്കെ തന്നെ തുടങ്ങുന്നുണ്ട്. പിന്നെ ധാരാളം മൊബൈലിൻ്റെ പൗച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ കാണുന്ന മൊബൈലിൻ്റെ പൗച്ചുകളൊക്കെ കണ്ടില്ല, ഒരുപാട് തരത്തിലുള്ള പൗച്ചുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പല കമ്പനീൻ്റെ പല മോഡൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാൽ ഏകദേശം 50 രൂപയൊക്കെയാണ്. 50 രൂപ, 80 രൂപ, 100 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചേട്ടാ. അതിനൊക്കെ എത്ര തന്നെ? ഹെഡ്സെറ്റിന് നോക്കുകയാണെങ്കിൽ 50 രൂപ. പിന്നെ മൊബൈൽ ചാർജർ ഉണ്ട്, പിന്നെ മൊബൈൽ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. വാരി കൂട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിനൊക്കെ ഉണ്ടല്ലേ ഏകദേശം 50 രൂപ മാത്രമേ വരുന്നുള്ളേ. പിന്നെ അവിടെ മൊബൈലിൻ്റെ കേബിള് കാര്യങ്ങൾ, പിന്നെ മറ്റേ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബ്രോഡ്വേൻ്റെ അകത്ത് തന്നെ ലേഡീസിൻ്റെ ഡ്രസ്സ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാൽ ധാരാളം ഓഫർ പ്രൈസിലൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതിനൊക്കെ ഉണ്ട് 250 രൂപ. അതേമാതിരി പിന്നെ ഇതിനുണ്ടല്ലോ ഓഫർ പ്രൈസ് പറഞ്ഞാൽ വെറും 199 രൂപയ്ക്കാണ് ഈ ഒരു ജീൻസ് ഇപ്പം കിട്ടാൻ പോകുന്നത്. ഇതിനൊക്കെ പറഞ്ഞാൽ ഏകദേശം 400, 450 ആ റേഞ്ചിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ പ്രീമിയം ലേഡീസിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏകദേശം 350 രൂപക്കൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ റേറ്റ് 1000. സ്റ്റാർട്ടിംഗ് റേറ്റ് എവിടെ? 350. 350 രൂപക്കുള്ള ടോപ്പ് കാര്യങ്ങളൊക്കെ. അത് ടോപ്പ് കിട്ടും സ്റ്റാർട്ടിംഗ് 350. കോട്ടൺ മെറ്റീരിയൽ 350 രൂപ വരും കേട്ടോ. ഉണ്ടോ ഇതൊക്കെ 650, 550. ആ ಎಲ್ಲ ಹೆಂಗಡ್ತೆ ರೇಟ್. ആങ്കറിലെ ഒരേ റേറ്റ്. ആങ്കറിലെ റേറ്റ്. ഇതിന് ഏകദേശം ഇപ്പം 230 രൂപയാണല്ലോ വരുന്നല്ലേ. ഉണ്ടോ ആ എല്ലാത്തിൻ്റെ റേറ്റ് ഇങ്ങനെ ആങ്കറുമ്പോൾ തൂക്കിയിട്ടുണ്ട്. ഇതിന് 350 വരും. അങ്ങനെ ഉണ്ട്. ഇവിടെ കണ്ടിട്ട് കുട്ടികളുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സും ഏകദേശം വന്നിട്ടുണ്ടോ. ഇവിടെ പറഞ്ഞാൽ ലേഡീസിൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതുണ്ട് ഈ ഒരു ടോപ്പിനൊക്കെ പറഞ്ഞാൽ ഏകദേശം 350 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇതിന് 350, ഇതിന് 350 അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. ഇതിന് ഇവിടെ റേറ്റ് കുറവിലാണ് ഇവിടെയൊക്കെ സെയിലെടുക്കുന്നത്. ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് സ്റ്റാർ ന്യൂ ലുക്ക് എന്നാട്ടോ. നമ്മളെ ജെൻസിൻ്റെ ഷർട്ട് പാൻറ് ഒക്കെ കിട്ടുന്നൊരു ഷോപ്പിലേക്ക് ഇങ്ങനെ എത്തിക്കണ്ടോ. ഇവിടെ തന്നെ റീറ്റെയിലായിട്ട് കിട്ടുന്നത് ഒരുപാട് ഷർട്ട് കാര്യങ്ങൾ മറ്റെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് എത്ര സ്റ്റാർട്ടിങ്? ഇത് ടീഷർട്ട് റേറ്റ് 300 രൂപ സ്റ്റാർട്ടിങ്. ടീഷർട്ട് ആണെങ്കിൽ 300 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി ടീഷർട്ടാ, പ്യുവർ കോട്ടൺ ഫാബ്രിക് കിട്ടും. കോട്ടൻ്റെ എല്ലാ ഫാബ്രിക് മെറ്റീരിയൽ അല്ലേ. പിന്നെ 5 സ്ലീവ് ടീഷർട്ട് വേണം ദിവസം ഇതേപോലത്തെ. ഇത് 5 സ്ലീവ് ടീഷർട്ട്, 5 സ്ലീവ് ടീഷർട്ട് ട്രെൻഡിങ്. ഇത് 450. പിന്നെ ബാഗി ജീൻസ് വേണോ? ഇത് ബഗ്ഗി ജീൻസ്, ഇത് 700. ഇതൊക്കെ റീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത്, ഹോൾസെയിൽ അല്ല. പിന്നെ ഏതെങ്കിലും ജീൻസ് വേണോ, കാർഗോ വേണോ, കാർഗോ ബാഗി വേണോ, പിന്നെ ഷർട്ട് വേണോ? ഷോപ്പ് നെയിം റിലോഡഡ് അപ്സര പാർക്ക്. നമ്മളെ മാനേജറിന്റെ ആ ഭാഗത്തു നിന്ന് വരെ നമ്മളെ ബ്രോഡ്വേന്റെ അവിടെ നിന്ന് പോയി വരല്ലേ. ജീൻസ് ഒക്കെ സ്റ്റാർട്ടിങ് എത്ര? നോർമൽ ജീൻസ് 700. ഷർട്ട് നോർമൽ 450, 400, 550, 600 പല റേറ്റ്. ഈ മോഡൽ ഷർട്ട് 500 പോക്കൺ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം 500 രൂപ വരും. പിന്നെ സാധാ കോട്ടൺ ഷർട്ട് ഒക്കെ റേറ്റ് സാധാ പ്ലെയിൻ കോട്ടൺ ഷർട്ട് 480 രൂപ വരും കേട്ടോ. പാരച്യൂട്ട് ബാഗില്ലേ, ബാഗ് 680 രൂപ. 680 രൂപക്കാണ് ഇപ്പോൾ പാരച്യൂട്ടിന്റെ ബാഗ് കിട്ടുന്നത്. കളർ കിട്ടും, പല കളേഴ്സും പല ഡിസൈൻ ഇതൊക്കെ വരുമല്ലോ. അപ്പം സൈസിനനുസരിച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരും. അതേമാതിരി ജീൻസിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നോർമൽ ജീൻസ് മുതൽ എല്ലാം ഉണ്ട്. പിന്നെ സൈസ് എല്ലാം ഉണ്ട്. സ്റ്റാർട്ടിങ് 42 ലാസ്റ്റ്, അതായത് 28 മുതൽ 42 വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ തന്നെ കോട്ടൺ പാൻ്റ് ആണോ? കാർഗോസ് ആണല്ലോ, കാർഗോസിൻ്റെ പാൻറ് കാര്യങ്ങൾ. ഇവിടെ പിന്നെ ഷർട്ടുകളുടെ കളക്ഷൻസ് വെച്ചത് നമ്മുടെ ടെൻഡി മോഡൽ പോക്കൺ ഷർട്ട് അങ്ങനത്തെ എല്ലാം തന്നെ വരുന്നത്. കോട്ടൺ ഷർട്ട് അങ്ങനത്തെ എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരുപാട് റിമ്മർ വരുന്നുണ്ട്. പിന്നെ ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ആ സ്പീക്കറിനൊക്കെ അത്യാവശ്യം എത്ര വരുന്നുണ്ട്? ചെറുതിന് നോക്കുകയാണെങ്കിൽ 300, വലുതിന് നോക്കുകയാണെങ്കിൽ
400 350 അങ്ങനെ ആ ലൈറ്റിനൊക്കെ ആണ് എമർജൻസി 350 600 അത് ഡ്രിമ്മറിന് നോക്കുകയാണെങ്കിൽ 400 600 ആ റേഞ്ചൊക്കെ വരുന്നത്. പിന്നെ ഇതിനാണ് തന്നെ സോളാറിൻ്റെ 250 പിന്നെ മൊബൈൽ സ്റ്റാൻഡുകളുണ്ട്, ഇതിന് ഏകദേശം 10 രൂപ അങ്ങനെ വരും. പിന്നെ ടോർച്ചുകൾ വരുന്നുണ്ട്, നമ്മളെ ചെറിയ ചെറിയ ടോർച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. നമ്മൾ റേഡിയോ വന്നിട്ടുണ്ട്, നമ്മൾ ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ പറഞ്ഞാൽ. ബ്രോഡ്വേയിലൂടെ ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ കണ്ടില്ല ഇവിടെ ബാഗുകളൊക്കെ അങ്ങനെ വിൽക്കുന്നൊരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ബാഗുകൾ കണ്ടില്ല കൂട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് ഒരുപാട് വന്നിട്ടുണ്ട്. അതേമാതിരി കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കൂൾ ബാഗുകൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ ബാഗുകളും വന്നിട്ടുണ്ട്. ഏകദേശം കണ്ടില്ല നമ്മൾ ട്രാവൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാഗ് അങ്ങനത്തെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് ബാഗ് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിൻ്റെ ഒക്കെ റേറ്റ് പറഞ്ഞാൽ ഏകദേശം 150 200 അങ്ങനെയൊക്കെ മേലോട്ട് കൂട്ടും. 200 250 ഒക്കെ റേറ്റിലാണ് വരുന്നത്. ഇങ്ങനത്തെ ബാഗൊക്കെ എത്ര വരുന്നത്? 250 വരും കേട്ടോ. പിന്നെ എങ്ങനത്തെ നമ്മൾ സ്കൂൾ ബാഗിലേക്ക് നോക്കുകയാണെങ്കിലോ 350 വരില്ലേ? വലുത് ഇതാകുമ്പോൾ 200 അല്ലേ കയ്യിൽ നോക്കണേ? ഇതാകുമ്പോൾ 200 വരും. പിന്നെ ട്രാവൽ ബാഗ് എങ്ങനെ വരുന്നത്? 350 ട്രാവൽ ബാഗ് കണ്ടിട്ടുണ്ടോ? ബാഗിന് കണ്ടു വളരെ വിലക്കുറവാണ് ഈ ബാഗിനൊക്കെ എന്ന് പറഞ്ഞാൽ. ഒരുപാട് തരത്തിലുള്ള വർക്ക് കാര്യങ്ങൾ നല്ല ബാഗുകളെല്ലാം തന്നെ ഉണ്ട്. ലേഡീസിൻ്റെ ഒക്കെ ബാഗ് ഉണ്ടല്ലോ, അടിപൊളി ബാഗുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെ ഇത് നിങ്ങളെ ഷോപ്പിനല്ലേ? ഇവിടെയും വന്നിട്ടുണ്ട് ബാഗ് ഇട്ട്. ഇങ്ങനത്തെ ബാഗിനൊക്കെ എത്ര വരുന്നത്? ഏകദേശം 200 അല്ലേ? ആട്ടെ ഇങ്ങനത്തെ ബാഗിനൊക്കെ ഏകദേശം പറഞ്ഞാൽ ഇപ്പോൾ 200 വരുന്നുള്ളൂ. പിന്നെ 200 മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ ഉണ്ട്. 200 250 അങ്ങനെ മുകളിലോട്ട് പോകും. നല്ല അടിപൊളി വർക്ക് എല്ലാ കളറിങ്ങുള്ള ബാഗുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് വെയറുകൾ വന്നിട്ടുണ്ട്, അത് ചെരുപ്പുകളും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ക്രോപ്സൊക്കെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെരുപ്പിൻ്റെ റേറ്റ് ഒക്കെ ആണ് 150, ഏതെടുത്താലും 150 ആണല്ലേ? അപ്പോൾ ഈ ഒരു ക്രോപ്സ് കണ്ടില്ലേ, ഏതെടുത്താലും 150 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ക്രോപ്സിനൊക്കെ ഏതെടുത്താലും 150 രൂപ മാത്രമേ വരുന്നു. ഇതിൻ്റെ കുട്ടികളെ ചെരുപ്പാണല്ലേ? അതിന് ഏകദേശം 150 അല്ലേ? 100 അല്ലേ? 100 അതിന് ഏകദേശം 100 രൂപയായിട്ട് വരുന്നത് കണ്ടോ. ബ്രോഡ്വേൻ്റെ അകത്തേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ ഇപ്പം നമ്മൾ പോകുന്നത് കണ്ടോ, ഒരുപാട് ടോയ്സ്, കുട്ടികളെ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങൾ, അങ്ങനെ ടെഡി ബെയർ അങ്ങനത്തെ ഒക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് കണ്ടത്, ഇത്തരത്തിലുള്ള കളക്ഷൻസ് എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ. ഫേമസ് ടോയ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇതിപ്പോൾ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ഇത് ഹോൾസെയിലാണല്ലോ. അത് ഹോൾസെയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പാണ്. പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. ഓരോരോ ടോയ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അകത്താണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ കാണിച്ച് പോകുന്നുള്ളേ. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലവർ അങ്ങനത്തെ കാര്യങ്ങൾ, ഫാൻസി ടൈപ്പ് സാധനങ്ങൾ, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനങ്ങൾ, അതേമാതിരി ക്ലോക്കുകൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഫാൻസി വെയർ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് കാര്യങ്ങളൊക്കെ അതും വന്നിട്ടുണ്ട്. നമ്മൾ ബ്രോഡ്വേൻ്റെ അവിടെ നിന്ന് കുറച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, റോഡ് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല ഇവിടെയൊക്കെ ചെരുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് ചെരുപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 250 രൂപ മുതൽക്കാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. നല്ല അടിപൊളി ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ 250 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ കുട്ടികളെ ചെരുപ്പ് ഷൂ മോഡലൊക്കെ ഉണ്ട്, അതൊക്കെ ഏകദേശം 150 മുതൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഷൂ മുന്നേ റേറ്റ് ഷൂ 450 രൂപ, ഷൂക്ക് 450 രൂപ ആയിട്ട് വരുന്നത് ഉണ്ടോ. ഷൂകൾ നോക്കുകയാണെങ്കിൽ 450 രൂപ. ഈ ലേഡീസിൻ്റെ ചെരുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 200 രൂപ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് ലേഡീസിൻ്റെ ഷൂ, അത് ആണുങ്ങൾക്ക് അതിന് റേറ്റ് 450 രൂപ, 450 സെയിം റേറ്റ്.
നമ്മളിതാ വേറൊരു ഷോപ്പിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ കണ്ടില്ല ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ സൗണ്ട് ബാറിനൊക്കെ എത്ര വരുന്നത്? സൗണ്ടൊക്കെ ബാറൊക്കെ 700 റുപ്യല്ലോ, 700 റുപ്യ. 700 രൂപക്കാണല്ലേ സൗണ്ട് ബാർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ 400 റുപ്യല്ലോ, ഇത് 250 രൂപ. ഇതിനാണ് 400, ഇതിന് 250 അങ്ങനെ വരും. ചെറിയ 300 റുപ്യല്ലോ, 300 രൂപ കണ്ടിട്ടുണ്ട്. ആംപ്ലിഫയർ ഒക്കെ പിന്നെ ആംപ്ലിഫയർക്ക് 1500 രൂപ. അതിനൊക്കെ 750, എത്ര സ്പീക്കറിന്? 4 സ്പീക്കർ കൊടുക്കാം. ഇതൊക്കെ 4 സ്പീക്കർ 40, 40, 80 വാട്ട് കൊടുക്കാം. 1500. മൈക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം. മൈക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല, മൈക്കാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 400 രൂപ മൈക്ക് മാത്രമേ. ഇത് മൈക്ക് ഇതും കൂടി ഉള്ളതിന് എത്ര? 1500 രൂപ. 1500 രൂപ. 1200. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ടോർച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ടോർച്ചിന് എത്ര വരുന്നുണ്ട്? 120 രൂപ. 120 രൂപ കേട്ടോ ഇത്തരത്തിലുള്ള ടോർച്ചിന് എന്നാൽ ചെറിയ ഹെഡ്ലൈറ്റ് നമ്മളെ 250 രൂപ. 250 രൂപ വരുന്നുണ്ട്. ഈ ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ ഹെഡ്സെറ്റ് എങ്ങനെ? 350 വരുന്നുണ്ട്. പിന്നെ ധാരാളം കേബിൾ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മൊബൈലൊക്കെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇതിന് 200 റുപ്യ. 200 രൂപ അല്ലേ? മെറ്റൽ ഈ 200 രൂപ മെറ്റൽ. പിന്നെ നമ്മളെ ഇതൊക്കെ ഡ്രിമ്മർ കാര്യങ്ങളൊക്കെ 350 രൂപ. 350 രൂപക്കാണല്ലോ ഡ്രിമ്മർ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇത് എയർപോർട്ട് കുറഞ്ഞ 300 റുപ്യ. എയർപോർട്ടിനൊക്കെ 300 രൂപ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഇതിനങ്ങനെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ 100 രൂപ വന്നിട്ടുള്ളൂ. ഈ ഒരു സ്പീക്കർ നോക്കുകയാണെങ്കിലോ ഇത് 250 250 650 രൂപ. അങ്ങനെ ഇത്ര പേസ് കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ നീണ്ടു വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഒരുപാടുണ്ട്. പിന്നെ ലൈറ്റ് ലാമ്പുകളൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് വന്നിട്ടുണ്ട്. കണ്ടോ ഇതിനൊക്കെ ഏകദേശം 300 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ. ഇതിനേത് ഏകദേശം എത്ര തന്നെ ഇല്ലേ ലൈറ്റിന്? 500 550 അങ്ങനെ മുന്നോട്ട് കൂട്ടും. പിന്നെ കണ്ടില്ലേ ഇവിടെ നമ്മളെ ഫ്രണ്ടിലോട്ട് പോകുന്നതോറും ഒരുപാട് കച്ചവടങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പല പല കച്ചവടങ്ങളിലായിട്ട് ഒരുപാട് കച്ചവടങ്ങൾ ഇവിടെ ഈ മുന്നിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്.